കാട് കയറുന്ന പൊതുമുതൽ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. തിരുവനന്തപുരം നഗരസഭ വർഷങ്ങൾക്ക് മുമ്പ് പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത ജലശുദ്ധീകരണ പ്ലാന്റ് അത്തരത്തിലൊന്നാണ്. ശുദ്ധീകരിക്കാൻ ജലമില്ലാത്തതിനാൽ പദ്ധതി ആരംഭിക്കാനായില്ലെന്നാണ് നഗരസഭയുടെ വിചിത്രമായ വിശദീകരണം. കാടുമൂടിയ പദ്ധതി പ്രദേശം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ശുദ്ധജലമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. ഇങ്ങനെ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ജംഗ്ഷനിൽ ഒരു കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിച്ചു. നിലവിൽ ആ പ്ലാന്റിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ 60 ലക്ഷം രൂപ മുടക്കി തിരുവനന്തപുരം നഗരസഭ പണികഴിപ്പിച്ച മണ്ണന്തല വാർഡിലെ ശുദ്ധജല പ്ലാന്റിൽ എത്തിയിരിക്കുകയാണ്. 2020 ഒക്ടോബർ 28 കെ ശ്രീകുമാർ, അന്നത്തെ മേയറാണ്, അദ്ദേഹമാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ 2025 ഒക്ടോബർ 28 ആകുകയാണ് നാളെ ആകുമ്പോഴേക്കും ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ട് 5 വർഷം തികയുകയാണ്. പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ജലശുദ്ധീകരണത്തിനു വേണ്ടി എല്ലാ മിഷനറികളും എത്തിച്ചു. പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. കാടുകയറി ഇങ്ങനെ കിടക്കുകയാണ്. ആളുകളുടെ നികുതിപ്പണം ഇത്രയും വേസ്റ്റായി കളയുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നഗരസഭയായാലും ശരി, അത് ഏത് വരുന്ന സർക്കാരുകളായാലും ശരി, ഇത് ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ആക്കുന്നതിന് വേണ്ടി അവർക്ക് യാതൊരു താല്പര്യമില്ല. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വികാര കേന്ദ്രമായിട്ടാണ് വന്നിരിക്കുന്നത്. താങ്കളുടെ വൈദ്യുതി കണക്ഷൻ കറണ്ട് ചാർജ് കുടിശ്ശിക അടയ്ക്കാത്ത കാരണത്താൽ 27/5/2023 തീയതി മുതൽ താൽക്കാലികമായി വിച്ഛേദിച്ചിരിക്കുകയാണ്. 60 ലക്ഷം രൂപ മുടക്കി പണിത പദ്ധതി 12,000 രൂപ കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനാൽ ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ശുദ്ധീകരിക്കാൻ ജലമില്ലാത്തതിനാൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നില്ലെന്നാണ് നഗരസഭയിലെ പുതിയ ഭരണസമിതിയുടെ വിശദീകരണം. അങ്ങനെ ജലസ്രോതസ്സുകളില്ലെങ്കിൽ പിന്നെ എന്തിന് 60 ലക്ഷം രൂപ മുടക്കി ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ചോദ്യം. ക്യാമറമാൻ മനീഷിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.